ഹലോ. അപ്പൊ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു നഴ്സിംഗിന്റെ സ്കോപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടത്തില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് ഞാൻ കാൻബറ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിലും നഴ്സിംഗിന്റെ പ്രൊഫഷണൽ ലെവൽസ്, അതായത് നമ്മൾ പറയത്തില്ല നാട്ടിലെ ഫ്ലോറിലെ നഴ്സ്, ഇൻചാർജ് നഴ്സ്, അങ്ങനെ സൂപ്പർവൈസർ, അങ്ങനെയൊക്കെ അങ്ങനെ ഓരോ ലെവലുകളുണ്ട്. അപ്പോൾ ആ ലെവലുകൾ ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. കാൻബറയിലാണെങ്കിൽ ലെവൽ 1, 2, 3, 4 അങ്ങനെ പോകും. ആ നഴ്സുമാർക്ക് നഴ്സിംഗ് തുടങ്ങിയിട്ട് ഡോക്ടറായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ വരെയുള്ള റൈറ്റ്സ് ഉള്ള നഴ്സുമാരുണ്ട്. അപ്പൊ അത് ഓരോ ലെവലും പോകുന്നതിനനുസരിച്ചാണ് കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് ഒരു പാസ് ഔട്ട് ആയിട്ട് ഓസ്ട്രേലിയയിൽ പഠിച്ചിറങ്ങുന്ന നഴ്സുമാരെ ഗ്രാഡ് നഴ്സ് എന്ന് പറയുന്നത്, ന്യൂ ഗ്രാഡ്സ് കേട്ടോ. ആ ന്യൂ ഗ്രാഡ്സ് കയറുമ്പോൾ അതായത് രജിസ്റ്റേർഡ് നഴ്സ് ലെവൽ 1 ആയിട്ടാണ് കയറുന്നത്. അപ്പൊ 1 ആയിട്ട് കയറി കഴിയുമ്പോഴേക്കും അതിന്റെ മാക്സിമം ലെവല് നമ്മൾ അവിടെ നിൽക്കുവാണെങ്കിൽ ഇയറിന്റെ എക്സ്പീരിയൻസ് വെച്ച് ലെവൽ 1 ഇയർ 8 വരെ പോകും. അപ്പൊ 8 ആണ് ഈ ലെവൽ 1ന്റെ മാക്സിമം ലെവൽ. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇനി പഠിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ പൊസിഷൻ അപ്ലൈ ചെയ്ത് പോകാം, ഇല്ലെങ്കിൽ അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതാണ് മാക്സിമം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ലെവൽ, ഒരു ഇൻചാർജ്, ഒരു ഷിഫ്റ്റ് ഇൻചാർജ് ഒക്കെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ലെവൽ 2 എന്ന് പറയും കേട്ടോ. ആ 2 എന്നുള്ള പൊസിഷൻ നമ്മൾ അപ്ലൈ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ സീനിയോറിറ്റി ആയിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ ചിലപ്പം 1 ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അത് ആക്ട് ചെയ്യാനുള്ള പൊസിഷൻ തരും. പക്ഷെ പൊസിഷൻ അഡ്വർടൈസ് ചെയ്യുമ്പോഴേക്കും അവർ ആ വാർഡിനെ, ഇപ്പം നമ്മൾ ചെയ്യുന്ന വാർഡിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയും അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ 2 പേപ്പറിൽ 2 പേജിൽ എഴുതി, നമ്മൾ സാധാരണ ജോലി ആദ്യം അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് അങ്ങനെ അപ്ലൈ ചെയ്താലാണ് നമുക്കത് കിട്ടുള്ളൂ. അതിന് നമ്മൾ ഇന്റർവ്യൂ പാസ്സാകണം, HR സ്ക്രീനിങ് കഴിയണം, പിന്നെ നമ്മൾ റെഫറൻസ് റിപ്പോർട്ട് സക്സസ്ഫുൾ ആണ്. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ആ പൊസിഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈ ഇയർ 1 ഞാൻ പറയില്ലേ, ലെവൽ ഇയർ 8, അതായത് ഇയർ 1ന്റെ 1.8 വരെയാണ് 1 ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2ലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് 4 ഇയർ വരെയാണ്, അതായത് 2.4 എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് 3 അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ ജോബും അതിന്റെ പൊസിഷനും വരുന്നതിനനുസരിച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഈ 2 ഒരു ഇൻചാർജ് ലെവലാന്ന് പറയല്ലോ. 3 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലൊരു സൂപ്പർവൈസർ ലെവലില്ലേ, അങ്ങനത്തെ ലെവൽ, അതായത് ഒരു വാർഡിന്റെ ചിലപ്പോൾ ഒരു ക്ലിനിക്കൽ എഡ്യൂക്കേറ്റർ ലെവല്, പിന്നെ ഒരു റോസ്റ്ററൊക്കെ ഇടുന്ന ഒരു മാനേജർ ലെവല്, അങ്ങനെയുള്ള ആൾക്കാരാണ് 3 കേട്ടോ. അതാണെങ്കിലും സെയിം ആണ്, നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പ്രൊഫഷൻ വൈസ് ക്ലിനിക്കിൽ നിൽക്കണമെങ്കിൽ ക്ലിനിക്കൽ വൈസ് പോകാം. ഇപ്പൊ നമുക്കത് താല്പര്യമില്ല, ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്ന ടൈപ്പാണ്, നമ്മുടെ ലീഡർഷിപ്പ് ടൈപ്പാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ചെറിയ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ ലെവലിലും അപ്ലൈ ചെയ്യാം. അപ്പോഴും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. നമ്മൾക്ക് എല്ലാം സക്സസ്ഫുൾ ആയാലാണ് ആ പൊസിഷനിൽ കിട്ടുള്ളൂ കേട്ടോ. വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അടുത്ത 3 മുതലുള്ള പൊസിഷൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ.